4 വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ചേഞ്ച് ചെയ്യാനും പറ്റില്ല. ഇല്ലെങ്കിൽ KSRTC മുങ്ങാൻ പോണ കപ്പലാണ്. ഞങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ ഒരുപാട് ജീവനക്കാരുണ്ട്, അവരുടെ എല്ലാം കുടുംബങ്ങൾ പട്ടിണിയാവും. ചേട്ടാ, KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ് വരെ നിങ്ങൾക്ക് ഇനി നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ലേഡീസാണ് കൂടുതൽ യാത്ര ചെയ്യണത്. ആ ലേഡീസിന് ഇപ്പോൾ ഫ്രീ ടിക്കറ്റ് അയക്കാനും ഞങ്ങൾക്ക് സീറ്റ് സ്കൂൾ കുട്ടികളെ മാത്രം കയറ്റിക്കൊണ്ട് പോകേണ്ട അവസ്ഥയായി. ഈ സീറ്റ് പിള്ളേരെ കയറ്റിയിട്ട് പോയിക്കാനും ഞങ്ങൾക്ക് എന്താ കിട്ടുക? 1 രൂപയാണ് ഒരു സീറ്റ് ഒരു കുട്ടി കയറുന്നത്. ആ കുട്ടികൾ കയറ്റണ്ടെന്നല്ല പറയണം, കുട്ടികൾ യാത്ര ചെയ്യേണ്ടതെന്നല്ല പറയണം. കുട്ടികൾ യാത്ര ചെയ്യണം, ഇവർ ഫുൾ ചാർജും യാത്ര ചെയ്തല്ലേ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ ഒരുപാട് ജീവനക്കാരുണ്ട്, അവരുടെ എല്ലാം കുടുംബങ്ങൾ പട്ടിണിയാവും. പട്ടിണി പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യമാവും. നമുക്ക് വേറെ ജോലി അറിയില്ല, ഈ ജോലിക്കാണ് ഞങ്ങൾ വരിക. എന്താ മറ്റേ UDF ഗവൺമെൻറ് അവൻ്റെ ഒരു 4 വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. 4 വോട്ടിന് വേണ്ടി പിച്ച വോട്ടിന് വേണ്ടി ചെയ്തിട്ട് ഈ നാട് ഇവർ എന്ത് കണ്ടിട്ടാണ് ഇവർ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ KSRTC മുങ്ങാൻ പോണ കപ്പലാണ്. അതിൽ പോയിട്ട് ഇവർ ഫ്രീ കൊടുത്തിട്ട് എങ്ങനെയാണ് മാസത്തെ 90,000 കോടി നഷ്ടമാണ്. ഇതൊക്കെ ആരാണ് ഇതാവുക? ഇതെവിടെ കൊണ്ടുപോയിട്ട് ഇതാവുന്നത്? ഒക്കെ നമ്മുടെ ഈ സാധാരണക്കാരൻ്റെ നികുതി പൈസ തന്നെയല്ലേ. ഇവർ എന്തിൻ്റെ ഇതാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്? VD സതീശനൊക്കെ എന്ത് കണ്ടിട്ടാണ്? VD സതീശന് ഓടി നോക്കണം ഒരു ബസ്സിൽ തൊഴിലാളികളുടെ ഇതിൽ. ഒരു തൊഴിലാളി ഓടുന്നത് അന്നനാടെ ഒരു 700 രൂപ കൂലി കിട്ടാൻ വഴിയില്ല. 700 രൂപ കൂലിക്കാണ് ഞങ്ങൾ വരുന്നത്. അതിലിപ്പോൾ ഇങ്ങനെ ഫ്രീയും കൊടുത്തിട്ട് ഞങ്ങളെന്താ ചെയ്യുക? ഒരു ബസ് നിർത്തിക്കഴിഞ്ഞാൽ 3 തൊഴിലാളികൾ പോയി, 4 തൊഴിലാളികൾ പണിയില്ലാതെ പട്ടിണി അയക്കണം. വരുമാനത്തിൻ്റെ ഒരു 50% കുറയും. 50 അല്ല, ഒന്നും ഉണ്ടാവില്ല. ഇതില്ലെങ്കിൽ ഇപ്പോൾ 500 രൂപയാണ് ഒരു ബസ് ഓടിയിട്ട് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാലോ ഒന്നുമില്ല. പ്രതിസന്ധി